ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാന സ്പൈസസ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ബട്ടർ കേക്ക്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിൾ സോഫ്റ്റ് ബട്ടർ കേക്ക് വീട്ടിലുണ്ടാക്കാം. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫ്രിഡ്ജിലുണ്ടാവും. എല്ലാം ആവശ്യമുള്ളതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ റെസിപ്പി ഒരുപാട് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ഓവനിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ആദ്യം ഇതിന് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിന് 1.5 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ബട്ടർ യൂസ് ചെയ്യുന്നത് ഉപ്പുള്ള ബട്ടർ ആണെങ്കിൽ 1/4 ടീസ്പൂൺ വേണ്ട കേട്ടോ, അതിൻ്റെ പകുതി യൂസ് ചെയ്താൽ മതി. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 കപ്പ് പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം, തണുത്തതല്ല. 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ്, 1/2 കപ്പ് ബട്ടർ സോഫൺ ചെയ്ത ബട്ടർ ആയിരിക്കണം, 1 കപ്പ് പഞ്ചസാര, 2 മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, തണുത്തതായിരിക്കരുത്. പിന്നെ ഓപ്ഷണലായിട്ട് ഇതിൽ വേണമെങ്കിൽ ഗ്രേറ്റഡ് ലെമൺ സെസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഒരു നല്ല ഫ്ലേവറാണ്, നല്ലൊരു കിക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഏറ്റവും ആദ്യം ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. 160 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 325 ഡിഗ്രി ഫാരൻഹൈറ്റ്, നിങ്ങളുടെ ഓവൻ അനുസരിച്ച്. അപ്പോൾ ഏറ്റവും ആദ്യം ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ഡ്രൈ ബോളിലേക്ക് സിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ, ഉപ്പ്, ബേക്കിംഗ് പൗഡർ, ഈ 3 ചേരുവകൾ ഒന്ന് സിഫ്റ്റ് ചെയ്ത് അരിച്ച് ഇതുപോലെ ലൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്, കേക്ക് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് ഒഴിവാക്കരുത്. എന്തെങ്കിലും ഒരു അരിപ്പ പാത്രത്തിൽ കൂടി ഇതുപോലെ ഫൈനായിട്ടുള്ള അരിപ്പ പാത്രത്തിൽ കൂടി നമുക്ക് സിഫ്റ്റ് ചെയ്ത് ഈ ബോളിൽ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബട്ടറും പഞ്ചസാരയും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇലക്ട്രിക് ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിലും ഒരു ഹാൻഡ് ഹെൽഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അതായാലും മതി. കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഇലക്ട്രിക് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കേക്കൊക്കെ ഒരുപാട് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ഇലക്ട്രിക് ബീറ്റർ വാങ്ങിച്ച് ഇരുന്നാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരുപാട് പ്രൈസ് ഒന്നുമില്ല മാർക്കറ്റിൽ. കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഇതൊരെണ്ണം മേടിച്ച് വെക്കുന്നതാണ് നല്ലത്, കാരണം ഒരുപാട് സമയം ലാഭിക്കാം. അപ്പോൾ ഈ ബൗളിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ സോഫൻഡ് ബട്ടറാണ്, റൂം ടെമ്പറേച്ചർ ആയി വന്ന ബട്ടർ. അപ്പോൾ ഒരിക്കലും മൈക്രോവേവിൽ വെച്ച് ബട്ടർ സോഫൻ ചെയ്യാൻ ചൂടാക്കരുത്, അത് ഓയിൽ പോലെ ആവും. അടുപ്പത്തൊന്നും വെച്ച് ചൂടാക്കരുത്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആവും. ഒരു കൈ അമർത്തിയാൽ ഇങ്ങനെ ആവുന്ന തരത്തിൽ, അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ബട്ടർ. നമ്മൾ ഒരിക്കലും ചൂടാക്കിയ ബട്ടർ ഇടരുത്. എണ്ണ പോലത്തെ ബട്ടർ ആഡ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കാൻ നോക്കിയാൽ ആ കേക്ക് നന്നാവില്ല. അപ്പോൾ ആദ്യം ബൗളിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ബീറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ബട്ടർ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യണം, ഒരു ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര കുറച്ച് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യണം. അങ്ങനെ ഒരുമിച്ചല്ല ആഡ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് ആഡ് ചെയ്യാം, കുറച്ച് നേരം ബീറ്റ് ചെയ്യാം, എന്നിട്ട് അത് മിക്സായി വരുമ്പോൾ പിന്നെയും ആഡ് ചെയ്യാം. അങ്ങനെ പഞ്ചസാര ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെയും ബീറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ബൗളിൻ്റെ സൈഡ്സ് സ്ക്രേപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പഞ്ചസാര നന്നായി ഇതിലേക്ക് ചേർന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എഗ്ഗ് ആഡ് ചെയ്യണം. 1 മുട്ട ഒരു സമയത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത എഗ്ഗ് ആഡ് ചെയ്യാതാൽ മതി. ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ലൈറ്റ് കളറായിട്ട് മാറും പതുക്കനെ. ആ കളറാവണ വരെയും ബീറ്റ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് കേക്ക് പാനും റെഡിയാക്കാം. ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിരിക്കുന്ന പാലിലേക്ക് വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ട് അത് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ ഇപ്പം തന്നെ. അപ്പോൾ കണ്ടില്ലേ, ബീറ്റ് ചെയ്ത് നമ്മുടെ എഗ്ഗും ബട്ടറും ഷുഗറും നല്ല ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ട്. ഈ ഒരു കളറാവണം. ഇനി ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ആ സേഫ്റ്റി ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ചല്ല, ആദ്യം കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഒന്ന് ബീറ്റായി വരുമ്പോൾ നമുക്ക് ആ പാൽ മിക്സ്ചർ കുറച്ച് ആഡ് ചെയ്യാം. പാല് വാനില എക്സ്ട്രാക്റ്റ് സൊല്യൂഷൻ അത് ആഡ് ചെയ്യാം. പിന്നെയും കുറച്ച് ഫ്ലവർ മിക്സ്ചർ ആഡ് ചെയ്യാം. പിന്നെയും കുറച്ച് പാൽ ഒഴിക്കാം. അങ്ങനെ ആദ്യവും അവസാനവും ഫ്ലവർ മിക്സ്ചർ ആഡ് ചെയ്യാം, എല്ലാം തീരണ വരെ. കുറച്ച് ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ അവസാനത്തെ ഫ്ലവർ മിക്സ്ചർ ആഡ് ചെയ്തു. ഈ സ്റ്റേജ് കഴിഞ്ഞാൽ ഒരുപാട് നേരം കൂടുതൽ ബീറ്റ് ചെയ്യണ്ട, ഒന്ന് നന്നായി സ്മൂത്ത് ആയാൽ മതി നമ്മുടെ ബാറ്റർ. അപ്പോൾ ഇതിലേക്ക് ഓപ്ഷണലായിട്ട് ചേർക്കാൻ പറ്റിയത് ഓറഞ്ച് സെസ്റ്റ് അല്ലെങ്കിൽ ലെമൺ സെസ്റ്റ്. നിങ്ങൾക്ക് ചെറിയൊരു ഫ്ലേവറിങ് വേണമെങ്കിൽ അത് നല്ലതാണ്. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു 9-inch ബേക്കിംഗ് പാനാണ്. ഇതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ, വാക്സ് ബേക്കിംഗ് പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കണ്ട ബാറ്റർ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ പാൻ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഹൈറ്റ് ഉണ്ടാവണം. ബാറ്റർ ഒഴിക്കുമ്പോൾ പാനിൻ്റെ പകുതി ഹൈറ്റ് വരെ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കേക്കിന് സ്ഥലം ഉണ്ടാവില്ല റൈസ് ആവാൻ. അപ്പോൾ കുറച്ച് സ്പേസ് വേണം മുകളിൽ. മോൾ ഭാഗം ഒന്ന് സ്പാച്ചുലോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബോട്ടം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് സ്മൂത്തനാക്കാം. ഇനി നമുക്ക് പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് വെക്കാം. 165 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. അതിൽ വെച്ചിട്ട് 30 മുതൽ 35 മിനിറ്റ് വരെയും സെൻറ്റർ സെറ്റ് ആവുന്നത് വരെയും ബേക്ക് ചെയ്തെടുക്കണം. സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് തുടങ്ങും കേക്ക്, അപ്പോഴാണ് റെഡിയാണെന്ന് അറിയുന്നത്. അതുപോലെ സെൻറ്റർ തൊട്ടാലൊന്നും ഒരു ചെറിയൊരു ബൗൺസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയാണ്. അപ്പോൾ സൈസും ഓവൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് ടൈമിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. കളറ് ശ്രദ്ധിക്കുക. പിന്നെ ടൂത്ത് പിക്ക് ടെസ്റ്റും ചെയ്യാം കേക്ക് ആയിട്ടുണ്ടോയെന്നറിയാൻ. ഇനി നമുക്ക് കേക്ക് പാനിൽ നിന്ന് മാറ്റി ഒരു വയർ റാക്കിൽ കൂൾ ചെയ്യാൻ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു മോയ്സ്ചർ ബിൽഡ് ആവില്ല ടോപ്പിൽ. ഞാൻ ഇടയ്ക്ക് ഓവനിലിട്ടിട്ട് മറന്നു പോകുമ്പോൾ ഇങ്ങനൊരു ലൈറ്റ് ഒരു വെറ്റ് ലുക്ക് വരും കേക്കിന്. എന്നാലും കേക്ക് സോഫ്റ്റ് ആയിരിക്കും. വയർ റാക്കിൽ വെച്ച് അങ്ങനെ 10 മിനിറ്റ് ചൂടാറാൻ വെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഇൻവേർട്ട് ചെയ്ത് ബട്ടർ പേപ്പർ മാറ്റി തിരിച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് കൂളാവുന്നത് വരെ പുറത്ത് വെക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്ക് വരും. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം, സ്റ്റോർ ചെയ്യാം. നല്ല കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാൽ വിവരം അറിയിക്കണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.